ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് ഹിന്ദിയിലെ പാർട്ട് 40 സപ്താഹ് കെ ദിൻ. മനസ്സിലായി? സപ്താഹ് കെ ദിൻ പറഞ്ഞാൽ എന്താണ്? സപ്താഹ് പറഞ്ഞ വീക്ക്, അതേപോലെ ആഴ്ച, ആഴ്ചയിലെ ദിവസങ്ങൾ. അതാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. രാഹുലും പ്രിയയും അവര് ആരാണ്? ചേട്ടനും അനിയത്തിയുമാണ്. അവര് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. രാഹുൽ, പ്രിയ, ക്യാ തുമ്നെ അപ്ന ഗ്രഹ കാര്യ പുരാ കിയ? അപ്പൊ എന്താണ് ചോദിക്കണെന്ന് പറഞ്ഞാൽ രാഹുൽ പ്രിയയോട് ചോദിക്കുകയാണ്, ക്യാ തുമ്നെ അപ്ന ഗ്രഹകാര്യ. ഗ്രഹകാര്യ പറഞ്ഞ ഹോംവർക്ക്, നമ്മള് വീട്ടിൽ പോയിട്ട് എഴുതുന്ന വർക്കിനെയാണ് എന്ത് പറയുന്നത്? ഗ്രഹകാര്യ എന്ന് പറയുന്നത്. നഹി ബയ്യ. പ്രിയ അപ്പൊ അതിന് മറുപടി പറയാണ് നഹി ബയ്യ, ചെയ്തിട്ടില്ല. രാഹുൽ, തോ ജാവോ ഔർ അപ്ന ഗ്രഹകാര്യ പുരാ കരോ. എന്നാൽ വരൂ, നിന്റെ എന്ത് ചെയ്യൂ? ഗ്രഹപാഠങ്ങൾ എന്ത് ചെയ്യൂ? ഗ്രഹകാര്യ പുരാ കരോ, അത് എഴുതൂ എന്നാണ് രാഹുൽ പ്രിയയോട് പറയുന്നത്. തോ ജാവോ ഔർ അപ്ന ഗ്രഹകാര്യ പുരാ കരോ. പ്രിയ, മുझे സപ്താഹ് കെ ദിനോं के नाम निकला नहीं माता. അപ്പൊ എന്താ പറയുന്നത്? പ്രിയ എന്താ പറയണെന്ന് പറഞ്ഞാൽ മുझे സപ്താഹ് കെ ദിനോं, എന്താണ്? ആഴ്ചയിലെ ദിവസങ്ങളുടെ നാം ലിഖ്ന നഹി മാത്ത, ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകൾ എഴുതാൻ എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. രാഹുൽ, ठीक है बताओ आज कौन सा दिन है? ശരി എന്നാ, ठीक है എന്നാ ശരി എന്നാ ഞാൻ പറഞ്ഞ ബദാവോ ആജ് കോൺ സാ ദിൻ ഹേ, എന്നാൽ ഇന്ന് ഏത് ദിവസമാണ് എന്ന് പറയൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രിയ പറയണ ആജ് രവിവാർ ഹേ. രവിവാർ പറഞ്ഞാൽ എന്താഴ്ചയാണ്? രവിവാർ കേട്ടോ ഹമേശ ചുട്ടി രക്തി ഹേന. രവിവാർ ദിവസമാണ് എല്ലാവർക്കും അവധി ദിവസം. എല്ലാവർക്കും അവധി ദിവസം രവിവാറാണ് എന്ന് പറയുമ്പോൾ രവിവാർ എന്താഴ്ചയായിട്ടാ വരിക? സൺഡേ അല്ലെ? ഞായറാഴ്ച. ഞായറാഴ്ച എല്ലാവർക്കും ഒഴിവാണ്. അപ്പൊ അത് പെട്ടെന്ന് അതെന്താഴ്ചയാണ് എന്ന് നമുക്ക് അറിയാം. എല്ലാവർക്കും ഒഴിവുള്ള ദിവസം ഏതാണ്? രവിവാർ. രവിവാർ പറഞ്ഞ സൺഡേ. രാഹുൽ, രവിവാർ കെ ബാദ് കോൺ സാ ദിൻ ആതാ ഹേ? അപ്പൊ രവിവാർ കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസമാണ് വരുന്നത്? അപ്പൊ പ്രിയ പറയണ രവിവാർ കെ ബാദ് സോമവാർ ആതാ ഹൈ. അപ്പൊ രവിവാർ കഴിഞ്ഞാൽ, ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ സോമവാറാണ്. സോമവാർ മീൻസ് എന്താണ്? മൺഡേ. മൺഡേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോമവാർ. അടുത്തത് എന്താണ്? ഭയ്യ രവിവാർ ഫിർ കബ് ആയേഗാ? ഇനി ഞായറാഴ്ച കഴിഞ്ഞു, ഇനി അടുത്തത് എപ്പോഴാണ് ഞായറാഴ്ച വരുന്നത്? അപ്പൊ രാഹുൽ പറയാണ് രവിവാർ ഫിർ സാത്വേ ദിൻ ആയേ സപ്താഹ് കെ ബാദ് ആയേഗാ. ഇനി ഞായറാഴ്ച വരുന്നത് സാത്വേ ദിൻ, ഏഴാമത്തെ ദിവസം, അല്ലെങ്കിൽ ഏക് സപ്താഹ് കെ ബാദ്, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ഏത് വരുന്നത്? ഞായറാഴ്ച വരുന്നത്. ഞായർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച വരുന്നത് എപ്പോഴാണ്? ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരുന്നത്? ഞായറാഴ്ച വരുന്നത്. പ്രിയ, സപ്താഹ് കെ ദിനോं दिन होते हैं? സപ്താഹ് में कितने दिन होते हैं? ഇനി സപ്താഹ്, ആഴ്ചയിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? രാഹുൽ, സപ്താഹ് के 7 दिन होते हैं. ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമാണ് ഉള്ളത്. 7 മീൻസ് 7. 7 ദിവസമാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ദിവസങ്ങൾ? അപ്പൊ ദിവസങ്ങൾ നിങ്ങളും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കൂ. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ और ശനിവാർ. അപ്പൊ ഇത്രയുമാണ് ആഴ്ചകൾ. ഏതൊക്കെയാണ്? രവിവാർ. രവിവാർ പറഞ്ഞ എല്ലാവർക്കും ചുറ്റിയാണ്, എല്ലാവർക്കും അവധിയാണ് പറഞ്ഞത്. അപ്പൊ അത് രവിവാർ ഏതാഴ്ചയാണ്? രവിവാർ സൺഡേ, സോമവാർ മൺഡേ, മംഗൾവാർ ട്യൂസ്ഡേ, ബുധവാർ വെനസ്ഡേ, ഗുരുവാർ തേഴ്സ്ഡേ, ശുക്രവാർ ഫ്രൈഡേ, ശനിവാർ സാറ്റർഡേ. അപ്പൊ ആ 7 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ എഴുതി പഠിക്കണം. അപ്പോ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളാണുള്ളത്? 7 दिन होते हैं. സപ്താഹ് में 7 दिन होते हैं. അപ്പൊ അത് ഏതൊക്കെയാണ്? രവിവാർ, സോമവാർ, मंगलवार, बुधवार, गुरुवार, शुक्रवार और शनिवार. प्रिया, आप नेम लिखो.
ഇനി എന്നാൽ നമുക്കത് എഴുതാം. രാഹുൽ, അച്ഛ प्रिया, क्या तुम जानती है ना एक महीने की 4 सप्ताह होते हैं. अब എന്താണെന്ന് പറഞ്ഞാൽ अच्छा प्रिया, क्या तुम जानती हो कि एक महीने में 4 सप्ताह होते हैं. ഇനി എനിക്ക് അറിയേണ്ടത് ഒരു മാസത്തിൽ എത്ര ആഴ്ചകളാണ് ഉള്ളത്? 4 ആഴ്ചകളാണ് ഉള്ളത്. 4 സപ്താഹ്. ഒരു മാസത്തിൽ എത്ര ആഴ്ചയാണുള്ളത്? 4 സപ്താഹ്. പ്രിയ, നഹി ഭയ്യ, മേ തോ യഹ് ഭി നഹി ജാതി തീ. എനിക്ക് അറിയില്ല. അച്ഛാ ബതായിയേ, ഏക് വർഷ് മേ കിത്തനെ മഹീനെ ഹോത്തെ ഹേ. ഇനി അറിയേണ്ടത് എന്താണ്? ഒരു വർഷത്തിൽ എത്ര മാസങ്ങളാണ് ഉള്ളത്? ഒരു വർഷത്തിൽ എത്ര മാസങ്ങളാണ് ഉള്ളത്? രാഹുൽ, ഏക് വർഷ് മേ 12 മഹീനെ ഹോത്തെ ഹേ. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് ഉള്ളത്. 12 പറഞ്ഞാൽ എന്താണ്? 12. അപ്പോ 12 മാസങ്ങളാണ് ഉള്ളത്. और 365 दिन एक वर्ष कहलाता है. ഇനി ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? 365 ഡേയ്സ്. അപ്പൊ ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളാണുള്ളത്? 365 ഡേയ്സ്. അതിനെന്താ പറയാ? 365. മനസ്സിലായോ? 365 एक वर्ष कहलाता है. പ്രിയ, ഭയ്യ, ഈ ജാൻകാരി കേ ലിയേ ബഹുത് ബഹുത് ധന്യവാദ്. ഇത്രയും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൽ താങ്ക്സ് എന്നാണ് പ്രിയ ആരോട് പറയുന്നത്? രാഹുലിനോട് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സപ്താഹ് ദിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ എത്രയാണ് ആഴ്ചകളെല്ലാം കാണാണ്ട് എഴുതി പഠിക്കണം. ഓക്കെ.